അതീവ ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഒടുവിൽ തങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇറാനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇറാൻ അതിൻ്റെ ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കുന്നതിൻ്റെ, ന്യൂക്ലിയർ ആണവായുധം നിർമ്മിക്കുന്നതിൻ്റെ ഏറ്റവും ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് എന്നൊരു കാര്യം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഈ ഒരു ആക്രമണം. അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർത്തിരിക്കുന്നു, ഉന്നത സൈനിക കമാൻഡർമാരെ വധിച്ചിരിക്കുന്നു. അപ്പോൾ വലിയൊരു നാശം തന്നെ ഇസ്രായേൽ സൈന്യം ഇറാനിൽ വിതച്ചിരിക്കുന്നു. ഈ ഒരു ആക്രമണം മിഡിൽ ഈസ്റ്റിൽ, മധ്യപൂർവേഷ്യയിൽ, ലോകത്താകമാനം സൃഷ്ടിക്കാനുള്ള ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് വളരെ തന്ത്രപരമായിട്ട് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയത്, അതിൽ മൊസാദിൻ്റെ ഒരു റോള് എന്തായിരുന്നു, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ലിയോ. റോബിൻ ലിയോ, വളരെ ഗൗരവമേറിയ, അതീവ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പല നിലപാടുകളിലും ചൂണ്ടിക്കാണിച്ച ആ ഒരു ആശങ്ക ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒടുവിൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഇന്ന് ജൂൺ 13 പുലർച്ചെ നടത്തിയ ആ ഒരു ആക്രമണം 100ഓളം കേന്ദ്രങ്ങളിൽ, ഇറാൻ്റെ 100ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേലിൽ നിന്നും പറന്നു പൊങ്ങിയ 200ഓളം എയർക്രാഫ്റ്റുകൾ അവിടെ അതിഭീകരമായിട്ടുള്ളൊരു വിനാശം തന്നെ വിതച്ചിരിക്കുന്നു. മെയിനായിട്ട് അവർ ടാർഗറ്റ് ചെയ്തത് അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, ഇപ്പോൾ നദാൻസിലുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സെൻറ്റർ, ഒപ്പം തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളുള്ള ഇടങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ വലങ്കൈയായിട്ടുള്ള പല ഉദ്യോഗസ്ഥരെയും തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്നൊക്കെ വലിയ വീമ്പിളക്കിയ ഹൊസൈൻ സലാമിനെ പോലുള്ള വ്യക്തി, അയാൾ IRGCയുടെ കമാൻഡറാണ്, IRGCയുടെ മേജർ ജനറൽ, ഒപ്പം ഈ ഇറാനിയൻ ആംഡ് ഫോഴ്സസിൻ്റെ ജനറൽ മുഹമ്മദ് ബഗേരിനെ പോലുള്ള വളരെ ഇറാൻ്റെ തലമുതിർന്ന നേതാക്കളെ തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും ഇറാൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന ആ ഒരു മുൻകരുതലിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ, ഈ ഒരു ആക്രമണം, ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ നിർബന്ധിതനായി, ഒപ്പം തന്നെ ഈ ഒരു ആക്രമണം മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഈ വിഷയങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും അവരുടെ മുമ്പിലില്ല. നമുക്കറിയാം, ഏകദേശം 5ഓളം റൗണ്ടുകൾ ഈ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും ഈ ഒമാൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും ഒരു റിസൾട്ടിലേക്ക് എത്തുന്നില്ല. ഇറാൻ ഇൻ എ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്, അങ്ങനെ ഒരു വാക്കാണ് IDF യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 15ഓളം ന്യൂക്ലിയർ ബോംബുകൾ ഡെവലപ്പ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം, ആ ഒരു കേപ്പബിലിറ്റിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്ന കാര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ പക്കൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ അവർ അത് ആദ്യം പ്രയോഗിക്കുക ഇസ്രായേലിന് നേർക്കാണ്. കാരണം ഇറാൻ്റെ പ്രഖ്യാപിത ശത്രു തന്നെയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഒരു കൊച്ചു രാജ്യം തന്നെയാണ്, കേരളത്തിൻ്റെ അത്രയും പോലും വലുപ്പമല്ല. ഒരു ന്യൂക്ലിയർ ബോംബ് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇല്ലാതാകും. അതിനാൽ തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇറാന് നേർക്ക് ഇസ്രായേൽ ഈ ഒരു ഘട്ടത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഏത് നിമിഷവും ഇറാൻ തിരിച്ചാക്രമിക്കാം. അതിനോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ എന്താവുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ലിയോയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലിയോ എനിക്കൊന്ന് കുറേ കൂടി വിശദമായിട്ട് ഏതെല്ലാം നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചത് എന്ന് കുറേ കൂടി വിശദമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്രായേൽ ഇവിടെ നടത്തിയ ആ ഒരു ആക്രമണം, അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സർപ്രൈസ് എലമെൻറ്റ് കീപ്പ് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ അത് ഈ കഴിഞ്ഞ ഏപ്രിൽ 12 ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 12, അതായത് 60 ദിവസത്തിനകം ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് ഇറാൻ വന്നിരിക്കണം എന്ന ഒരു പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ച ഈ ഒരു ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 12 ശേഷമുള്ള 61ാമത്തെ ദിനമാണ്. മാത്രമല്ല, അവർ എങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷന് ഒരു എന്താ പറയുക, ഒരു സാഹചര്യം ഒരുക്കിയത് എന്നത് വളരെ കൗതുകരമായിട്ടുള്ള ചില പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു ചൊവ്വാഴ്ച. അപ്പോൾ അവരുടെ PMO ഓഫീസ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരുന്നു, ഈ ഒരാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു അവധിയിലായിരിക്കും, വെക്കേഷന് പോവുകയാണ്, ഗലീലിലേക്ക് വെക്കേഷന് പോവുകയാണ്. അങ്ങനെ ഒരു ഡിസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ അവർ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു, മൊസാദിൻ്റെ ചീഫും ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജിക് മിനിസ്റ്റർ, അവർ രണ്ടുപേരും ഈ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ
ന്യൂക്ലിയർ ടോക്സിന് വേണ്ടിയിട്ട് 6ാം റൗണ്ട് ന്യൂക്ലിയർ ടോക്സ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിട്ട് വിറ്റ്കോഫ്, ഈ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി, ആളുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി വാഷിങ്ടണിലേക്ക് ഇന്ന് പോകും എന്നൊരു അറിയിപ്പ് ഇന്നലെ തന്നെ അവർ നൽകിയിരുന്നു. പക്ഷേ അവർ പോയിട്ടില്ല, അവിടെ വെള്ളിയാഴ്ച അവിടെ തന്നെയുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇസ്രായേലിലെ ആ കോയിലേഷൻ, ഇപ്പോഴുള്ള സഖ്യ ഗവൺമെൻറ് തകരും എന്ന രീതിയിലുള്ള ഒരു പ്രതീതി അവരങ്ങ് സൃഷ്ടിച്ചെടുത്തു. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നെതന്യാഹുവും ട്രംപിൽ തമ്മിലൊരു അടിയാണ് എന്ന രീതിയിലുള്ള ചില ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ഇസ്രായേൽ നിഷേധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ, ഒരു സർപ്രൈസിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ചു. അതായത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് തന്നെ ഉള്ള ഒരു ചിന്ത ഇറാൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അങ്ങനെ ആ ഒരു സർപ്രൈസിൻ്റെ പുകമറ സൃഷ്ടിച്ചാണ്, ഒരു ഡിസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇസ്രായേൽ വളരെ സർപ്രൈസായിട്ട്, കാൽക്കുലേറ്റഡ് ആയിട്ട്, തന്ത്രപരമായിട്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയത്. മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നത്, ഈ മൊസാദിൻ്റെ വളരെ ഒരു കവേർട്ടായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇറാൻ്റെ ഉള്ളിൽ തന്നെ നടന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഡ്രോൺ ബേസുകൾ മൊസാദിന് സ്ഥാപിക്കാനായി അവർ ആദ്യമേ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷമാണ് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ അവിടെ എത്തിയിട്ട് ഇറാനെ ആകപ്പാടെ നിലംപരിശാക്കിയത് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ മൊസാദ് അവരുടെ ചരിത്രം തന്നെ ആവർത്തിച്ചിരിക്കുന്നു, വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിന് മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇറാൻ്റെ പക്കൽ ഏതെങ്കിലും കാരണവശാൽ ഒറ്റൊരു ന്യൂക്ലിയർ ബോംബ് ലഭിച്ചാൽ മതി, അത് ഇസ്രായേലിൻ്റെ ഒരു നാശം, അത് ഈക്വൽ ടു ഡെത്ത് ഓഫ് ഇസ്രായേൽ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില വ്യക്തികൾ, ഹുസൈൻ സലാമി, ഒപ്പം തന്നെ ഗൊലാം അലി റഷീദ്, പിന്നെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഫ്രയൗദൂൺ എന്ന് പറയുന്ന വ്യക്തി, അങ്ങനെ അയത്തുള്ള കമ്പനിയുടെ വലങ്കൈകളെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവർ അവരുടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിനോട് ഇവർ സ്വീകരിച്ചിരുന്ന ഒരു മനോഭാവം എന്തൊക്കെയാണ്? ഈ വ്യക്തികളെ ഇല്ലാതാക്കിയത് ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഇസ്രായേലിന് എത്രത്തോളം ഒരു മേൽക്കൈ ഇറാനുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ നൽകാൻ സാധ്യതയുണ്ട്? ആദ്യം തന്നെ നമ്മൾ ഈ ആക്രമണത്തെ, ഇത് 1-2 ദിവസം കൊണ്ടൊന്നുള്ള പ്ലാനിങ്ങിലുള്ള ആ ഒരു ആക്രമണമല്ല എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ്റെ 100 ദിവസത്തെ ഒരു കഠിനാധ്വാനമാണ്, അല്ലെങ്കിൽ ഒരു പ്രയത്നമാണ് ഈ ഒരു കുറച്ച് മണിക്കൂറുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും തുടരുമെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്, സൈന്യവും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, പ്രശസ്തമാണ് ആ വാക്ക്. അതായത് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകും, പക്ഷേ ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാകില്ല. അതൊരു ഒരു പരമാർത്ഥമാണ്, അത് നമുക്ക് നിഷേധിക്കാനാവില്ല. എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതിലേക്ക് പോകുമ്പോൾ, ഇറാനെ ഇസ്രായേൽ അഡ്വാൻസായിട്ട് ഇങ്ങനെ ആക്രമിച്ചില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇസ്രായേൽ ഉണ്ടാകില്ല. അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയർ ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ ഒരു 1-2 രാജ്യമൊന്നുമല്ല, അത് വലിയൊരു ഭാഗം തന്നെ അതിൻ്റെ ഇരയായി മാറും. പക്ഷേ നമുക്കറിയാം, ഈ പാലസ്തീനായാലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളായാലും അവർക്ക് പൊട്ടിത്തെറിക്കുന്നവനോ അല്ലെങ്കിൽ മരിക്കുന്നവനോ ഒന്നും അങ്ങനെ വലിയ പരാതിയൊന്നും ഉള്ള ആളുകളായിരിക്കില്ല. അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. അത് അവിടുത്തെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ സൈനിക നേതൃത്വത്തെ ഇല്ലാതാക്കിയ കാര്യമാണ്. ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നടപടിയാണ്. നമുക്കറിയാം, സൈനിക നേതാക്കന്മാർ അല്ലെങ്കിൽ മേധാവികൾ ജന്മമെടുക്കുന്നത് തന്നെ ഇസ്രായേലിന് ഇരയായി തീരാൻ വേണ്ടിയാണെന്നുള്ളൊരു കോമഡി സാധാരണ പറയാറുണ്ട്. അങ്ങനെ ഇസ്രായേൽ ഈ റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നിരവധി 3 സൈനികരുടെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇവരെ തന്നെ ഇസ്രായേലിനെതിരെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന വ്യക്തികളാണ്. അവരുടെ എയിം തന്നെ ഇസ്രായേലിനെതിരെ സയനിസ്റ്റ് രാജ്യത്തെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിം തന്നെ. അവരെ നോക്കി വ്യക്തമായിട്ട് അവർ ടാർഗറ്റ് ചെയ്താണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ തന്നെ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇറാൻ ജനങ്ങളോടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഈ ആക്ഷനൊന്നും അവിടുത്തെ ജനങ്ങൾക്കെതിരല്ല എന്നുള്ളൊരു കാര്യവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ സൈനിക മേധാവികളുടെ കാര്യം ഒന്ന് പരിശോധിച്ചാൽ ആദ്യം തന്നെ ഹുസൈൻ സലാമിയിലേക്ക് പോകും. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ മേധാവിയായിരുന്നു, കമാൻഡറായിട്ടുള്ള ഹുസൈൻ സലാമിയാണ്. അദ്ദേഹത്തിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലെ ഇറാൻ സൈനിക ശക്തിയെ നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് കൊടുത്തിരുന്നത് ഇറാൻ ഭരണകൂടം. അതോടെ തന്നെ ഇറാൻ ഭരണകൂടത്തിൻ്റെ എതിരാളികളെ, അത് ഇറാനിലുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ, അവരെ അടിച്ചമർത്താനുള്ള പ്രത്യേക ഒരു നിയോഗം ഈ ഹുസൈൻ സലാമിക്ക് ഇറാൻ ഭരണകൂടം കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കര, നാവിക, വ്യോമസേനകളെയും മിഡിൽ ഈസ്റ്റിലുടനീളം വിന്യസിച്ചിരിക്കുന്ന കുർദ് ഫോഴ്സ്, നമുക്കറിയാവുന്നതാണ് കുർദ് ഫോഴ്സുകളും, പിന്നെ അതോടൊപ്പം തന്നെ ഇറാനിലെ ആഭ്യന്തര സേനകളുണ്ട്, ചെറിയ ഗ്രൂപ്പുകൾ. അത് ടെററിസ്റ്റ് ഗ്രൂപ്പാവാം,
സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ സായുധ ഗ്രൂപ്പുകൾ അവരെല്ലാം ഏകോപിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനുള്ള ഒരു അധികാരം ഗവൺമെൻറ്, അതായത് ഇറാനിലെ ഭരണം നേതൃത്വം കൊടുത്തിരുന്നത് ഈ ഹുസൈൻ സലാമിക്കാണ്. ഇദ്ദേഹം ഈ സൈനിക നേതൃത്വത്തിലൊക്കെ വരുന്ന ആളുകൾ ഇവരുടെ എയിം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത് വ്യാജ സയനിസ്റ്റ് ഭരണകൂടത്തെ തകർക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇറാൻ വികസിപ്പിച്ചെടുക്കുകയാണ് ഇസ്രായേൽ രാജ്യത്ത് തകർക്കാനുള്ളത്. ഈ ദുഷ്ടഭരണത്തെ ലോക ഭൂപടത്തിൽ തുടച്ചു നീക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ എയിം. അതിൻ്റെ ആദർശമൊന്നും നോക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ലക്ഷ്യമാണ് എന്ന് 2019 സെപ്റ്റംബർ 30 അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടാണ് ഈ അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരെ വളരെ പരസ്യമായിട്ട് നിലപാടെടുക്കുകയും അത് പ്രവർത്തിക്കുകയും ഇറാൻ അകത്തും പുറത്തും ഈ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് പ്രേരകമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഹുസൈൻ സലാമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖദം അൽ അൻബിയ എന്ന് പറയുന്ന ഒരു സൈനിക മേധാവി, അദ്ദേഹം അടിയന്തര ഘട്ടങ്ങളിൽ സേനയെ നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമാൻഡറാണ് ഖദം അൽ അൻബിയ എന്ന് പറയുന്നത്. ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ അടിയന്തര കമാൻഡ് സിസ്റ്റത്തിൻ്റെ കമാൻഡറായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ യുദ്ധശക്തി കെട്ടിപ്പടുക്കുന്നതിലും തന്ത്രപരമായി പ്രവർത്തിക്കുന്നതിനും വിശ്വസ്തനായ ഒരു മേധാവിയാണ്, വിശ്വസ്തനായ ഒരാളാണ്. അതായത് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സൈനിക മേധാവിയാണ് ഈ ഖദം അൽ അൻബിയ എന്ന് പറയുന്ന അദ്ദേഹം. തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി സജീവമായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ അൻബിയ എന്ന് പറയുന്ന മേധാവി. അദ്ദേഹത്തെയും ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നു. ഇനി പറയാനുള്ള ഇറാനിയൻ സായുധ സേനയുടെ മേധാവിയാണ് മുഹമ്മദ് ഹുസൈൻ ബഗേരി എന്ന് പറയുന്ന ഒരു മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇറാനിലെ ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സ്വതന്ത്രമായിട്ടുള്ള അധികാരം ഭരണകൂടം കൊടുത്തിരുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇറാനിലെ വിവിധ സുരക്ഷാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചിരുന്നു ഈ മുഹമ്മദ് ഹുസൈൻ ബഗീരി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എയിമും ഇത് തന്നെയാണ്, സയനിസ്റ്റ് ഭരണകൂടത്തെ ഇസ്രായേലിൽ നിന്ന്, അതായത് ജെറുസലേമിൽ നിന്നും പാലസ്തീനിൽ നിന്നും, അതായത് ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം തർക്കപ്രദേശമാണല്ലോ, അപ്പം ജെറുസലേമിൽ നിന്ന് പാലസ്തീനിൽ നിന്നും യഹൂദരെ എന്നേക്കുമായിട്ട് തുരത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും ഒരു എയിമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം ഈ 3 നേതാക്കന്മാർ അല്ലെങ്കിൽ സൈനിക മേധാവികളെ ടാർഗറ്റ് ചെയ്തതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇവരുടെ 3 പേരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റോബിൻ, നമ്മളിപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ഒക്ടോബറിലും സമാനമായിട്ടുള്ള രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ അതിനേക്കാൾ കുറേ കൂടി തീവ്രത കൂടിയ ആക്രമണമാണ്. അന്ന് എയർ ഡിഫൻസ് സിസ്റ്റം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാക്കിയിരുന്നു. ഇത്തവണത്തെ ആക്രമണത്തിലും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതാക്കിയിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. നമുക്കിനി ഇത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും അത് ലോക രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സഹായം കൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല. പക്ഷേ ഇറാൻ ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയുടെ സൈനിക ബേസുകളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാൻ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണമാണ് നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഇറാൻ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലേക്ക്. ഇനി ഒരു ലാർജ് സ്കെയിൽ അറ്റാക്കിനുള്ളൊരു സാധ്യതയുണ്ടോ? ആ ഒരു അറ്റാക്ക് ഇറാൻ നടത്തുമ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇറാന് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾ ഔട്ട് വാർ, നമ്മൾ പലപ്പോഴും നിലപാടിൽ പങ്കുവയ്ക്കാറുള്ള ഒരു ആശങ്ക, ഒരു 3ാം ലോക മഹായുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ, ഇസ്രായേലിൻ്റെ ഇപ്പോൾ നടത്തിയ ഈ ആക്രമണം ഇത് പുതിയ കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണം. ഇത് പുതിയതല്ല. ഈ ആക്രമണം ഏകദേശം 1981 ഇറാഖ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു സാഹചര്യത്തിൽ 1981 ഇറാഖിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതുപോലൊരു ആക്രമണം ഇറാഖിന് നേരെ നടത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീട് അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇറാഖ് വലിയ തോതിൽ ആയുധ സംഭരണം നടത്തുകയും പിന്നീട് ഗൾഫ് വാർ ഉണ്ടാകുന്നു. 1991 ഗൾഫ് വാറിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് 2003 അമേരിക്കൻ ഇൻവാഷൻ ഇറാഖിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നീണ്ട ഒരു പ്രോസസ്സിലേക്ക്, എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് മൊത്തം പിന്നീട് കത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അവിടെ. രണ്ടാമത് 2007 സിറിയയിലേക്ക് ഇതുപോലെ തന്നെ സിറിയയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്ക് ഇതുപോലെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഇസ്രായേൽ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇസ്രായേൽ അന്ന് നടത്തിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം
അപ്പം ഈ രണ്ട് രാജ്യങ്ങളുടെ അവസ്ഥ ഓർക്കുക. ഇറാഖ് പിന്നീട് ഒന്നുമില്ലാതായി തീരുന്ന അവസ്ഥയുണ്ടായി ഒരു പ്രോസസ്സിലൂടെ. സിറിയയുടെ അവസ്ഥ നോക്കുക, സിറിയ ഒന്നുമില്ലാതായി തീരുന്ന അവസ്ഥയായി. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് പുറത്ത് ഇസ്രായേലിന് അങ്ങനെ ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് ഇസ്രായേലിലേക്ക് നടത്തുന്ന ഏത് ആക്രമണവും ഇസ്രായേലിൻ്റെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കഴിവാണ് ഒക്ടോബർ 7 ആക്രമണം നടന്നു എന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ അന്നു മുതലേ നടത്തി വരുന്ന ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇറാനിലേക്ക് നടത്തിയ ഈ ആക്രമണം. ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ് കാണേണ്ടത്. കാരണം ഈ മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആര് ആക്രമണം നടത്തിയാലും, ആര് ന്യൂക്ലിയർ ഫെസിലിറ്റി വികസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അതിനെതിരെയെല്ലാം ആക്രമണം നടത്തുന്ന ഒരു ഹിസ്റ്ററി ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്, ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ഇസ്രായേൽ പറയുന്നത് 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏകദേശം 330ഓളം മ്യൂണീഷൻസ്, എന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് മിസൈലാകാം, അതുപോലെ ബോംബ്, അങ്ങനെ അങ്ങനെ 330ഓളം മ്യൂണീഷ്യൻസ് ഈ ടാർഗറ്റുകളിൽ അവർ ഇടുന്ന സാഹചര്യം ഉണ്ടായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ആ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാൻ്റെ നേരെ നടത്തി എന്ന് ഇസ്രായേൽ പറയുന്നു. തിരിച്ച് ഇറാൻ നടത്തിയത് ഏകദേശം 100ഓളം ഡ്രോണുകൾ. എന്ന് വെച്ചാൽ ഓർക്കുക, ഇറാൻ ആദ്യത്തെ പ്രാവശ്യം ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഡ്രോണുകളടക്കം അതിൻ്റെ കൂടെ മിസൈലുകളടക്കമാണ് വിട്ടതെന്ന് ആലോചിക്കുക. പക്ഷേ ഇപ്രാവശ്യം വെറും ഡ്രോണുകൾ മാത്രമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ്. കാരണം ഇറാൻ ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ഇറാൻ നടത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അതുപോലെ തന്നെ മിസൈൽ, ഇപ്പോൾ ഇറാൻ്റെ വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങളാണ് മിസൈൽ. അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റികളിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഒരു കാര്യം നിലനിൽക്കുന്നത്, ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ആക്രമണം നടത്തി അതിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇന്ന് ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ന്യൂക്ലിയർ എന്ന് വെച്ചാൽ ബങ്കർ ബസ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയർ ബോംബ് വെച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടും 1981 ഇറാഖിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷം പിന്നീട് അമേരിക്കയ്ക്ക് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത്. അതേ സാഹചര്യത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് ഈ ആക്രമണത്തോടെ പോകുമോ എന്നുള്ളതാണ് കൃത്യമായിട്ടും ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇറാൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇതിനെ ചിന്തിച്ചില്ല. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തി, ആക്രമണം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ഗ്രൗണ്ടഡാണ്. ഈ ഡീപ്പ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫെസിലിറ്റിയിലേക്ക് അതിനെ എന്താണെങ്കിലും ഈ ആക്രമണം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇറാൻ പറയുന്നു, ഇറാൻ പറയുന്നത് അമേരിക്ക ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നു. കാരണം അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, റഷ്യയുടെ ന്യൂക്ലിയർ ബോംബറുകളെ ഉക്രൈൻ്റെ ഡ്രോണുകൾ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമേഷൻ ഉള്ളതുകൊണ്ടാണ് റഷ്യ പലപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്, നിങ്ങളുടെ മിസൈലുകൾ ഉക്രൈന് കൊടുത്താൽ അത് ഇപ്പോൾ ഫ്രാൻസാണ് കൊടുക്കുന്നതെങ്കിൽ ഫ്രാൻസിനെ ആക്രമിക്കും, ബ്രിട്ടനാണ് കൊടുക്കുന്നത് ബ്രിട്ടനെ ആക്രമിക്കും, അമേരിക്കയാണ് കൊടുക്കുന്നതെങ്കിൽ അമേരിക്കയെ ആക്രമിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം, ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ലഭിക്കുന്നത് അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ഇപ്പോൾ ബ്രിട്ടനാകാം, അമേരിക്കയാകാം. അപ്പോൾ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇത്രയും ദൂരെ വന്ന് ആക്രമണം നടത്തുമെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇതുപോലത്തെ ഇടയിൽ ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നത് അമേരിക്കയാണ് എന്നുള്ള കാര്യം അതിൻ്റെ പിന്നിൽ വ്യക്തമാണ്. അതുകൊണ്ട് അമേരിക്ക ഇൻവോൾവ്ഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. അതാണ് കൃത്യമായിട്ട് ഇറാൻ അതിനെ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഈ റഷ്യയിൽ തന്നെ ഈ ആക്രമണം നടത്തിയപ്പോൾ കൃത്യമായിട്ട് ഒന്നെങ്കിൽ അമേരിക്ക പറഞ്ഞ് അമേരിക്ക പറയുന്ന പോലെ, മാർക്കോ റൂബിയോ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് അല്ല എന്ന് പറയുന്ന പോലെ അന്നും അമേരിക്ക പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലും ഇൻവോൾവ്ഡ് അല്ല എന്ന്. അപ്പോൾ പക്ഷേ ഒന്നെങ്കിൽ ബ്രിട്ടൻ്റെ ഇൻ്റലിജൻസ് സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻ്റലിജൻസ് സംവിധാനമാണ് അവിടെ പ്രവർത്തിച്ചേക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ
ഇസ്രായേലിൻ്റെയും അമേരിക്കയും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ തമ്മിൽ അത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആണ്, ഡീപ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അമേരിക്ക ഇൻവോൾവഡ് ആണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആക്രമണത്തിൽ ഇറാൻ എത്രത്തോളം തിരിച്ചടിക്കും എന്നുള്ളതിൻ്റെ ആ ടാക്ടിക്സ് എനിക്ക് തോന്നുന്നു നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ റഷ്യയുടെ ബോംബറുകൾ, ന്യൂക്ലിയർ ബോംബറുകൾ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ അനുസരിച്ച് റഷ്യയ്ക്ക് വേണമെങ്കിൽ ഈ രാജ്യത്തേക്ക് ന്യൂക്ലിയർ ആക്രമണം നടത്താം, അതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ. പക്ഷേ അത് റഷ്യ ചെയ്തില്ല. ഈവൻ ഒറാഷനിക്ക് മിസൈൽ പോലും ഉപയോഗിച്ച് റഷ്യ തിരിച്ചടിച്ചില്ല, നേരത്തെ പണ്ട് ചെയ്തതുപോലെ. അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ടാക്ടിക്സ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി ഓൾ ഔട്ട് വാറിലേക്ക് പോകാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉക്രൈനിൽ റഷ്യ പതിയെ പതിയെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇറാൻ്റെ പലപ്പോഴും ചർച്ച ചെയ്തിരുന്നത് ഈ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ വന്ന് ആക്രമണം നടത്തി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇറാനിൽ നിന്ന് മിസൈലുകൾ പോയി ഇസ്രായേലിൻ്റെ ഈ എയർ ബേസുകൾ തകർക്കാൻ പാകത്തിൽ ശക്തമാണ്, അവരുടെ മിസൈലുകൾ ശക്തമാണ് എന്നുള്ളൊരു വസ്തുത നിലനിർത്തുന്നുണ്ട്. പക്ഷേ അത് ഇറാൻ ചെയ്തില്ല എന്ന് വെച്ചാൽ ആ റഷ്യ ചെയ്ത അതേ ടാക്ടിക്സ് പോലെ ഇറാനും നിലവിൽ വലിയൊരു ആക്രമണത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അങ്ങനെ പോകാൻ ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഈ വെറും 100 ഡ്രോണിൽ ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നത്. നമുക്കറിയത്തില്ല വരും ദിവസങ്ങളിൽ ഏത് രീതിയിൽ ആക്രമണം പോകും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ഓൾ ഔട്ട് വാർ വരികയും ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ആക്രമിച്ച് അതിലേക്ക് അമേരിക്ക കടന്നു വരികയും ഇറാഖ് പണ്ട് എങ്ങനെയായി തീർന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഇറാനും അറിയാം, ഇങ്ങനെ ആയിരിക്കും ഇവർ ചെയ്യുക എന്നുള്ളത് ഇറാനും അറിയാം. അപ്പം അതുകൊണ്ടാണ് അവിടെ വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഈ രണ്ട് രാജ്യങ്ങളും സൈമൾട്ടേനിയസ് ആയിട്ട് ഇറാൻ അമേരിക്കയെ എതിർക്കാൻ വേണ്ടിയാണ് ഇറാൻ്റെ തന്ത്രങ്ങളും സൈനിക തന്ത്രങ്ങളും ആയുധങ്ങളും എല്ലാം ഒരുക്കി വെച്ച് അമേരിക്കയെ ടാർഗറ്റ് ചെയ്യും. ഇസ്രായേലിനെ പോലും അല്ല, അമേരിക്കയെ ടാർഗറ്റ്. കാരണം അമേരിക്ക ഏതെങ്കിലും ഒരു ദിവസം ഇറാഖിനെ ആക്രമിച്ചതുപോലെ ഒരു അധിനിവേശം ഇറാനിലേക്ക് ആക്രമിക്കും നടത്തുമെന്ന് ഇറാന് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം ശരിക്കും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അല്ല പ്രശ്നം. അമേരിക്ക ചർച്ച നടത്തുന്നത് ഇറാൻ റഷ്യയുടെയോ ചൈനയുടെയോ ഭാഗത്തു നിന്നും മാറി പണ്ട് ഷാ ഭരണകൂടം എങ്ങനെ അമേരിക്കയുമായി ചേർന്നു അങ്ങനെ നിൽക്കണം. അതാണ് യഥാർത്ഥ ചർച്ച, അതാണ് യഥാർത്ഥ പ്രശ്നം. അത് ഇല്ലാത്തിടത്തോളം കാലം ഇസ്രായേൽ ആദ്യം ആക്രമിക്കും, അമേരിക്ക പിന്നീട് ആക്രമിക്കും എന്നുള്ളത് ഇറാന് അറിയാം. അതുകൊണ്ട് ആ രീതിയിലാണ് അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞേക്കുന്നത്. ഈവൻ ഇനി ഇസ്രായേൽ തന്ത്രങ്ങൾ മെനഞ്ഞേക്കുന്നത് കൃത്യമാണ്. പണ്ട് ഇറാഖിനെ ആക്രമിച്ചതുപോലെ, ഇറാഖിനെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചതുപോലെ, അതുപോലെ തന്നെ സിറിയയുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചതുപോലെ ആ രാജ്യങ്ങളെ ഏത് അവസ്ഥയിലെത്തിച്ചോ അതേ അവസ്ഥയിലേക്ക് ഈ ഇറാനെ എത്തിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിനുള്ളത്. കാരണം ഇറാൻ ന്യൂക്ലിയർ പവർഫുൾ ആയിട്ടുള്ള ഒരു നേഷൻ ആയി കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെയെല്ലാം അവരുടെ കൂടെ കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് അമേരിക്കൻ ഇൻട്രസ്റ്റ് അവിടെ നടക്കില്ല, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റും അവിടെ നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു ബോർഡർ സ്കെയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്ലാനിങ് അല്ല. ഇത് നമുക്കറിയാം, ഒരു ഈച്ച അനങ്ങണമെങ്കിൽ പോലും അത് അമേരിക്ക അറിയാതെ നടക്കുകയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ മിഡിൽ ഈസ്റ്റ് ട്രംപിൻ്റെ സന്ദർശനം എല്ലാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കൃത്യമായി ആ രാജ്യങ്ങളെല്ലാം ട്രംപ് പോയി ഇൻഫോം ചെയ്തിട്ടുണ്ട്, കൃത്യമായി അവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതാണ് സൗദി $140 ബില്യൺ കൊടുത്ത് ഞങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ട് നവീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ ഇന്നോ നാളെയോ കൊണ്ട് ഇവിടെ അവസാനിക്കാൻ പോകുന്നതല്ല. സമ്പൂർണ്ണമായ വാറിലേക്ക് പോവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇറാൻ അത് വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ജോർദാൻ, ഇറാഖ്, സൗദി, ഖത്തർ, ഈ UAE അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുകയാണ്, കുവൈത്ത് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുകയാണ്. ആരൊക്കെ പ്രതിരോധിക്കുന്നു അവരെയെല്ലാം ഇറാൻ ആക്രമിക്കും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. പണ്ടത്തെ പോലെയല്ല, ഇറാഖിൻ്റെ കാലത്തെ പോലെയല്ല. ഇന്ന് റഷ്യയുടെ സപ്പോർട്ട് ഇറാനുണ്ട്, അതുപോലെ ചൈനയുടെ സപ്പോർട്ട് ഇറാനുണ്ട്. ഇവർ തമ്മിൽ ഇപ്പോൾ ഡീപ്ലി ഇൻ്റഗ്രേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൊടുത്ത് കൃത്യമായ സഹായം ഇവർ തമ്മിൽ നടക്കുന്നത്, അതുപോലെ ഡീപ്ലി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ നടന്ന ആക്രമണങ്ങൾ മുഴുവൻ ഇതെല്ലാം ടെസ്റ്റിംഗ് ആണ്. ഓർക്കുക, ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു, ഇറാൻ തിരിച്ചാക്രമിച്ചു. അന്നേച്ചിട്ട് ഇസ്രായേലും അമേരിക്കയും ചെയ്തത് എന്താ? ഡേവിഡ് സ്ലിംഗ് അവിടെ കൊണ്ടുവെക്കുക ചെയ്തത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പെനിട്രേഷൻ നടക്കും, കാര്യങ്ങൾ എല്ലാം വിലയിരുത്തിയതിന് ശേഷം അഡീഷണലായിട്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം കൂടി അവിടെ കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ ഓർക്കുക, അപ്പോൾ 4 ലെയറോളം പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഇരിക്കുകയാണ്, വളരെ ശക്തമായിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ വീണ്ടും അവിടെ കൊണ്ടുവച്ചു.
അന്നേച്ചിട്ട് പിന്നെയും ഹൂത്തികൾ അവിടേക്ക് മിസൈൽ ഇസ്രായേലിലേക്ക് വീഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരു ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഹൂത്തികൾ മിസൈൽ അവിടെ വിട്ടേക്കുന്നത് അത് ടെസ്റ്റ് ചെയ്തത് ഇറാനും റഷ്യ ഇവരൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഹൂത്തികളല്ല അത് ടെസ്റ്റ് ചെയ്ത് ഇവരുടെ ടെസ്റ്റിംഗ് ആണത്. കൃത്യമായിട്ടും ഇവരുടെ ഈ അമേരിക്കൻ ചേരിയുടെ നാറ്റോയുടെ പ്രതിരോധ സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യും, ഇതെല്ലാം ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണം ഇതും ടെസ്റ്റാണ്. ഇതെല്ലാം ടെസ്റ്റ് ഡോസുകൾ മാത്രമാണ്. യഥാർത്ഥ യുദ്ധം ഇപ്പോഴും വന്നിട്ടില്ല. ആ എസ്കലേഷനിലേക്ക് പോകണം. ഇതൊന്നും ഡീ എസ്കലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന സംഗതി. ഇതൊന്നും ഡീ എസ്കലേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നിട്ടും കഴിയുന്നില്ല. ആര് വന്നിട്ടും ഡീ എസ്കലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് എല്ലാം സ്പൈറൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, കഴിഞ്ഞ ഈ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു യുദ്ധം വന്ന് ഓർക്കുക, പെട്ടെന്ന് കയറി ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, തിരിച്ചാക്രമിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതാണ്ട് ഇറാനിലേക്ക് കയറി എന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിൽ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് പോകാൻ പറ്റിയ സാഹചര്യം ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ പറയുന്നത് വേൾഡ് വാറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്. കാരണം നേരത്തെ ഒന്നും ഇത്ര പെട്ടെന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിലേക്ക് കയറി മറ്റൊരു രാജ്യം ആക്രമിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ലായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആക്രമണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ലോകത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഭീതിജനകമാണ്. ഇത് പെട്ടെന്ന് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇവിടെയെല്ലാം രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് നിന്ന് ആക്രമണത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇറാനും ഇസ്രായേലും ആക്രമിച്ചു എന്ന് പറയുന്നത് ഇതൊരു ടെസ്റ്റ് ടോസ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇത് വലിയ ഒരു വേൾഡ് വാറിലേക്ക് പോകാൻ കാലക്രമത്തിൽ, നമ്മൾ പറയുന്ന കാലക്രമത്തിൽ എന്ന് വെച്ചാൽ ജർമ്മനി ഇപ്പോഴേ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന് 2030 റഷ്യ ആക്രമിക്കുമെന്ന് അവർ 100% ഉറപ്പോടുകൂടിയാണ് ജർമ്മനിയും ബ്രിട്ടനും അവിടെ ആയുധ നിർമ്മാണശാലകൾ ഉണ്ടാക്കുകയും സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്ന് വെച്ചാൽ ഈ ഒരു കാലയളവിനുള്ളിൽ വലിയ യുദ്ധത്തിലേക്ക് ലോകം പോകാനുള്ള സാധ്യതകളെ എല്ലാ രാജ്യവും മുന്നിൽ കാണുന്നു. അവരത് ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന കാര്യമാണെന്നുള്ളത്. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ റോബിൻ സൂചിപ്പിച്ച ആ ഒരു ആശങ്ക, വലിയ രീതിയിലുള്ളൊരു യുദ്ധത്തിലേക്ക് ലോകം പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ വർഷങ്ങളായിട്ട് ഒരു ഷാഡോ വാറിൽ തന്നെയാണ്. ഇപ്പോൾ ഇറാൻ ഹിസ്ബുള്ളകളെ ഉപയോഗിച്ചുകൊണ്ട്, ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട്, ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് യുദ്ധത്തിൽ തന്നെയാണ് വർഷങ്ങളായിട്ട്. പക്ഷേ ഈ ഒരു അറ്റാക്കോടെ ഒരുപക്ഷെ ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. ഒരു 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നമുക്ക് എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്തയുണ്ട്. ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രസ്താവന. അതായത് IRGCയുടെ ഈ അവരുടെ എയർഫോഴ്സിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിനെ തന്നെ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് അവരെ ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് ആ സ്പോട്ടിൽ മിസൈൽ അല്ലെങ്കിൽ ബോംബ് വന്ന് പതിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു എയർഫോഴ്സിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പം നദാൻസ് പോലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബലസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏരിയ, അതൊക്കെ ഒരുപക്ഷെ ഏത് ഒരു മിലിറ്ററിക്കും അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് നടന്ന ഈ ഒരു ആക്രമണം, അതിന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാതെ ആർക്കും അത്തരത്തിലുള്ളൊരു ആക്രമണം നടത്താൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വീണ്ടും അതിനെ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതായത് മൊസാദ് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആക്രമണം നടത്തിയത്. അവരുടെ മിസൈൽ ഡിഫൻസ് ഫെസിലിറ്റീസിന് നേരെ ഉള്ളിൽ നിന്ന് തന്നെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് മൊസാദിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുക എന്നതിൻ്റെ അർത്ഥം പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ നോക്കുന്നത് പുറത്തു വന്നിട്ടുണ്ട്. അത് ഉള്ളിൽ നിന്ന് തന്നെ അവരുടെ അറ്റാക്ക് നടത്തുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അവിടുത്തെ തീവ്ര ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു എതിർപ്പ് വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ്. നമ്മളൊരു നിലപാടിൽ പറഞ്ഞതാണ്. അതായത് ആയുധങ്ങൾ ഉപയോഗിക്കാതെ, വെടിക്കോപ്പുകൾ ഉപയോഗിക്കാതെ ഇറാനെ തകർക്കാനുള്ള ഇസ്രായേലിൻ്റെ ഒരു ചാണിക്യ ബുദ്ധി തന്നെയാണ് അവിടുത്തെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അട്ടിമറി അല്ലെങ്കിൽ വളരെ വലിയ ജനകീയ പ്രക്ഷോഭമൊക്കെ ഇറാനിലെ അവിടുത്തെ തീവ്ര ഭരണകൂടത്തിനെതിരെ നടത്തുക എന്നുള്ളത്. അതിൻ്റെയൊക്കെ നിരവധി വാർത്തകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു വികാരം ഇറാൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. അത് മുതലെടുത്താണ് മൊസാദ് ഈ തന്ത്രപരമായിട്ടുള്ള വളരെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ മൊസാദിന് ഇസ്രായേലിന് നടത്താൻ സാധിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഏതായാലും നമുക്ക് ഇതെന്തൊക്കെ പറഞ്ഞാൽ നമ്മളിതെല്ലാം വാർത്തകളെ വിലയിരുത്തുകയാണ്. ഒരിക്കലും ഒരു യുദ്ധത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം അരക്ഷിതാവസ്ഥ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ യുദ്ധത്തിന് തുടക്കം ഇടുന്നത് പലപ്പോഴും ഈ തീവ്ര ചിന്താഗതിയുള്ള, നമുക്ക് ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളാണ്, അല്ലെങ്കിൽ മത തീവ്രവാദം തലക്കി പിടിച്ച് ഇറാനാണ്. ഇപ്പോൾ ഗാസയുടെ കേസ് തന്നെയാണെങ്കിൽ ഹമാസാണ് അതിന്
തുടക്കമിട്ടത്, ലബനോനിൽ ഹിസ്ബുള്ള, ഹൂത്തികൾ. അപ്പോൾ പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സമാധാനം കാക്ഷിക്കുന്ന രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിടുന്ന ഒരു പ്രവണതയാണ് ഇവർ നടത്തുന്നത്. ഏതായാലും ഇതൊരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാതിരിക്കട്ടെ, നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്ന് തന്നെ നമുക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ പറയാം. മധ്യപൂർവേഷ്യയിലെ, പശ്ചിമേഷ്യയിലെ എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിലെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് തുടക്കം ഇടുന്നത് ഏകപക്ഷീയമായി മതതീവ്രവാദം തലക്കി പിടിച്ച സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന ആക്രമണമാണ്. ഇവിടെയും ഇസ്രായേലും ഇറാനും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സംഘർഷം ഒരുപക്ഷെ ആ ഒരു വർഷങ്ങളായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനാൽ തന്നെ അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘർഷം വലിയൊരു ഓൾ ഔട്ട് വാറിലേക്ക്, ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ലോക രാജ്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ ഒരു വിഷയങ്ങളെ നോക്കി കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും പക്ഷത്ത് മറ്റ് പല ലോകരാജ്യങ്ങളും അണിനിരന്നു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധത്തിലേക്ക് മധ്യപൂർവേഷ്യ, ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റ്, ലോകം തന്നെ നീങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. യുദ്ധം സാധാരണ ജനങ്ങൾക്ക് എന്നും പ്രതിസന്ധി തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ് സമ്മാനിക്കുന്നത്. അതിനാൽ തന്നെ യുദ്ധത്തിന് വഴിമരുന്നിടുന്ന ഇറാനെ പോലുള്ള മത തീവ്രവാദം തലക്കി പിടിച്ച ഭരണകൂടം ഭരിക്കുന്ന രാജ്യങ്ങളെ, ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകളെ നിലയ്ക്ക് നിർത്താനും ഒപ്പം തന്നെ അവരുടെ ആ ഒരു തീവ്രവാദ സ്വഭാവം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനുമുള്ള നടപടികളാണ് അടിയന്തരമായിട്ടും ഉണ്ടാകേണ്ടത് എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.